ഹായ് ആൾ, ഇന്ന് നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ ലെയേഴ്സിനെ പറ്റി പഠിക്കാം. അതായത് അന്തരീക്ഷ മണ്ഡലങ്ങളെ പറ്റി പഠിക്കാം. അറ്റ്മോസ്ഫിയറിന്റെ കമ്പോസിഷനെ പറ്റിയും പിന്നെ ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് അന്തരീക്ഷ മണ്ഡലങ്ങൾ അഥവാ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഭൗമപടലത്തിൽ നിന്ന് 90 കിലോമീറ്റർ വരെ നമ്മുടെ വാതക സംരചന പറയുന്നത് ഒരുപോലെയാണ്. ആ ഭാഗത്തിനെ നമ്മൾ ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അതിന് 90 കിലോമീറ്ററിന്റെ മുകളിലാണെങ്കിൽ വാതക സംരചന ഐക്യരൂപമല്ല. അപ്പൊ അതിനെയാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഭൗമപടലത്തിൽ നിന്ന് 90 കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരേപോലെയാണ്. അതായത് വാതക സംരചന 90 കിലോമീറ്റർ വരെ ഒരേപോലെയാണ്. അതിനെ ഹോമോസ്ഫിയർ എന്നും 90 കിലോമീറ്ററിന്റെ മേലെയുള്ള വാതക സംരചന ഒരേപോലെ അല്ലാത്തതുകൊണ്ട് അതിനെ ഹെട്രോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഒരേപോലെ ഉള്ളതാണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരേപോലെ അല്ലാത്തതുകൊണ്ടാണ് 90 മുകളിൽ ഒരേപോലെ അല്ലാത്തതുകൊണ്ടാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹോമോസ്ഫിയറും ഹെട്രോസ്ഫിയറും. ഇനി നമുക്ക് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പറ്റി പഠിക്കാം. അതായത് അന്തരീക്ഷ മണ്ഡലങ്ങൾ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? അതായത് വിവിധ ഉയരങ്ങളിൽ താപത്തിനനുസരിച്ചാണ് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ ഭൗമപടലത്തിൽ നിന്ന് അടുത്തായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലത്തിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ മേലെയുള്ള അന്തരീക്ഷ മണ്ഡലത്തിനെയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രധാന അന്തരീക്ഷ ശേഷം മേലെ വരുന്ന പ്രധാന അന്തരീക്ഷ മണ്ഡലമാണ് മീസോസ്ഫിയർ. അതിനുശേഷമുള്ള പ്രധാന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് ശേഷം എക്സോസ്ഫിയർ എന്ന് കൂടി ഉണ്ട്. എന്നാൽ SCERT 8th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് അറ്റ്മോസ്ഫിയറെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെയർ ഭൗമപടലത്തിന്റെ അടുത്ത് നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രോപ്പോസ്ഫിയറെ പറ്റി പഠിക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അപ്പോൾ അത് 13 കിലോമീറ്റർ ഉയരത്തിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ മധ്യരേഖ പ്രദേശത്ത് അതേ ഉയരത്തിലല്ല കാണപ്പെടുന്നത്. അതായത് 18 കിലോമീറ്റർ വരെ കാണപ്പെടുന്നു. കാരണം അവിടുത്തെ വായു മധ്യപ്രദേശത്ത് ചൂട് കൂടുന്നില്ല. അവിടുത്തെ വായു ചൂട് പിടിച്ചിട്ട് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് മധ്യപ്രദേശത്ത് ട്രോപ്പോസ്ഫിയർ 18 കിലോമീറ്ററും എന്നാൽ അല്ലാത്ത ഭാഗത്തൊക്കെ 13 കിലോമീറ്റർ ഉയരത്തിലാണ് ട്രോപ്പോസ്ഫിയർ കാണപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ അവിടെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. എന്നാൽ മധ്യരേഖ പ്രദേശത്ത് അല്ലാത്ത ഭാഗത്തൊക്കെ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. അവിടെ പിന്നെ ഇല്ല അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ 125 മിനിറ്റ് ഉയരത്തിനും അവിടുത്തെ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഓരോ 125 ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിൽ അങ്ങനെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓരോ ക്രമമായിട്ടാണ് അത് ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു വരുന്നത്. ഓരോ 125 മിനിറ്റും 1 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞു വരുന്നത്. അതിനെ വിളിക്കുന്നതാണ് ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്നാണ് അതിനെ പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് PSC എക്സാമിൽ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ 125 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെ എന്താണ് പറയുക എന്ന് ചോദിച്ചാൽ ക്രമമായ താപനിഷ്ഠ നിരക്ക് എന്ന് പറയാൻ കഴിയണം. ക്രമമായ താപനിഷ്ഠ നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ്. ഇനി സംക്രമണ മേഖലയെ പറ്റി പഠിക്കാം. അതായത് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ വേർതിരിക്കുന്ന ഓരോ അന്തരീക്ഷ ഭാഗങ്ങളുണ്ട്. അതിനെയാണ് സംക്രമണ മേഖല എന്ന് പറയുന്നത്. അതായത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറിന്റെ ഇടയിൽ വേർതിരിക്കുന്ന ഒരു അന്തരീക്ഷ ഭാഗമുണ്ട്. അതിനെയാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറും സെപ്പറേറ്റ് ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമുണ്ട്. അതിനെയാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിന്റെ ഇടയിൽ വേർതിരിക്കുന്ന ഒരു അന്തരീക്ഷ ഭാഗമുണ്ട്. അതിനെയാണ് മീസോപാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ സംക്രമണ മേഖല: ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മീസോപാസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി പഠിക്കാം. താങ്ക് യു.